സാക്ഷാൽ നരേന്ദ്രമോദിയുടെ എല്ലാ പരിവേഷവും 8 നിലയിൽ പൊട്ടിയ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ പുതുതലമുറ ഒന്ന് ഉണർന്ന് പ്രതിഷേധിച്ചതോടെ എല്ലാ കോട്ടകൊത്തളങ്ങളും ഇളകിത്തുടങ്ങി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അവസാന നിമിഷം വരെ അജണ്ടയിലില്ലെന്ന് പ്രഖ്യാപിച്ച മോദിയും കൂട്ടരും ഒടുവിൽ അടവ് മാറ്റിയതിന് ഒറ്റ കാരണമേ ഉള്ളൂ: ഈ പ്രതിഷേധത്തെ പിടിച്ചുകെട്ടാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ്. അതാണ് സമരവേദിയെയും രാജ്യത്താകെയും ഞെട്ടിച്ചുകൊണ്ട് CJPയുമായുള്ള ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പ്രഖ്യാപിച്ചതിന് പിന്നിൽ. അല്ലാത്ത പക്ഷം മോദി തന്നെ താഴെ വീഴുമെന്ന് ഉറപ്പായിരുന്നു. തീർച്ചയായും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ കുട്ടികളെ കണ്ട് പഠിക്കുക തന്നെ വേണം. കുട്ടികളിൽ നിന്നും തീർച്ചയായും സംഘഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ ബുദ്ധികേന്ദ്രങ്ങൾ പാഠങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾ സകല പ്രതിരോധങ്ങളും മറികടന്ന് രംഗത്തെത്തിയാൽ അതിൻ്റെ കരുത്ത് എത്രയോ മടങ്ങ് വർദ്ധിക്കുമെന്നും അത് സംസ്ഥാനങ്ങളിലേക്കും കത്തിപ്പടരുമെന്നും ഓരോ ദിവസവും അത് ശക്തി പ്രാപിക്കുമെന്നും പകൽ പോലെ വ്യക്തം. പാറ്റകൾ സൃഷ്ടിച്ച രാഷ്ട്രീയ തിരയിളക്കം രാജ്യത്തെമ്പാടും സംഘടിക്കും. ആ വേളയിൽ ചെളിവാരി ഏറുകൊണ്ടോ വർഗീയ വിഷം ചിറ്റിക്കൊണ്ടോ തകർക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. കാരണം ആ സമരം ആരംഭിക്കുന്നത് തെരുവുകളിൽ നിന്ന് മാത്രമല്ല, വീടകങ്ങളിൽ നിന്നാണ്. അതാണ് വായടച്ചു പിടിച്ച രക്ഷിതാക്കൾക്ക് മുമ്പിൽ പ്രതികരിച്ചുകൊണ്ട് മക്കൾ മാതൃകയായത്. തങ്ങൾ പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും വാങ്ങിയ കാശ് കൊണ്ട് ഓട്ടോ പിടിച്ചു വന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഗോദി മീഡിയകളെ കൂവിയോടിച്ചുകൊണ്ട് പരസ്പരം മത്സരിക്കുന്ന വിദ്യാർത്ഥികൾ ആവേശം മാത്രമാണ്. സകലതും മറന്ന് ഏവരും ഐക്യപ്പെട്ടാൽ എന്തും സംഭവിക്കുമെന്ന് അവർ മോദിയുടെ ഉറക്കം കളഞ്ഞുവെന്നും ഈ നാടിന് നന്നായി ബോധ്യപ്പെട്ടു. തൽക്കാലം രക്ഷപ്പെട്ടു എന്നിരിക്കട്ടെ, ചില ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. കനൽ കെടാതെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് അക്ഷരം തെറ്റാതെ അത് ഉന്നയിച്ചു കഴിഞ്ഞു. ചോദ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷായോടാണ്. 1. പെല്ലറ്റ് ഗൺ പോലെയുള്ള സമരായുധങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരെ ഉപയോഗിക്കാൻ ആഭ്യന്തരമന്ത്രിയായ താങ്കൾ അനുമതി നൽകിയിരുന്നോ? ഇല്ലെങ്കിൽ ആരാണ് അതിന് ഉത്തരവിട്ടത്? 2. വിദ്യാർത്ഥികളെ ലാത്തിയടിക്കുന്നതിനായി ദൃശ്യങ്ങളിൽ കാണുന്ന യൂണിഫോം അല്ലാത്ത വസ്ത്രം ധരിച്ചവർ പോലീസുകാരാണോ അതോ വോളണ്ടിയർമാരാണോ? ആരാണ് അവരെ നിയോഗിച്ചത്? ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ലെന്നറിയാം. പക്ഷേ ഈ ചോദ്യം ഇവിടെ ജീവനോടെ കിടക്കുന്നുണ്ട്. മോദി അമിത്ഷാ കൂട്ടുകെട്ട് നിലം പതിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കുട്ടികൾ സമരവേദിയിൽ നിന്നേ മാറിയിട്ടുള്ളൂ. എല്ലാം അറിഞ്ഞും കേട്ടും അവർ ഇവിടെ തന്നെയുണ്ട്. പിന്നെ കേരളത്തിലെ RSS സൈദ്ധാന്തികൻ TG മോഹൻദാസ് ഒരു മോഹം പങ്കുവച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്തു ചെയ്യുമെന്ന് പറയാം. ജന്തർ മന്ദർ പരിസരത്ത് 4 സ്ക്വയർ കിലോമീറ്റർ പരിസരത്ത് കർഫ്യൂ പ്രഖ്യാപിക്കും. ആളുകളോട് പിരിഞ്ഞു പോകാൻ 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേർ മരിക്കും, കുറേ പേർ മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. ഇതാണ് TG മോഹൻദാസിന്റെ മോഹം. എന്തുകൊണ്ടാണ് മോഹൻദാസ് RSS സൈദ്ധാന്തികനായി എന്നതിൻ്റെ ഉത്തരം കിട്ടിയില്ലേ?